പ്രാവശ്യമായി എന്നറിയോ ഞാൻ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട്. പക്ഷെ ഇത് കണ്ടോ, ഇത് നമ്മൾ അതിന്റെ കറക്റ്റ് പൊസിഷനിൽ വെച്ചില്ലെങ്കിൽ ഇത് കണക്ഷൻ ആവില്ല. നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവില്ലേ ഇതുപോലത്തെ പ്രോബ്ലം? ഇത് പഴയ മോഡൽ ഒരു പ്ലഗ് ആണ്. പഴയ മോഡലില് ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഒരു ലൂസ് കോണ്ടാക്റ്റും സാധാരണയായി വരാറുണ്ടായിരുന്നില്ല. ഇതുപോലെയുള്ള പുതിയ മോഡൽ പ്ലഗുകളിലാണ് സ്ഥിരമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ലൂസ് കോണ്ടാക്ട് വരുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരു മിക്സിയുടെ പ്ലഗ് കുത്തുമ്പോൾ അല്ലെങ്കിൽ മൊബൈലിന്റെ ചാർജർ കുത്തുമ്പോൾ അത് സ്ഥിരമായിട്ട് നമ്മൾ ഊരി കുത്തുക ചെയ്യുന്നത്. അങ്ങനെ നമുക്കത് ലൂസ് കോണ്ടാക്ട് വരും. ഈ പ്ലഗ് മാറാതെ തന്നെ നമുക്ക് എങ്ങനെ അത് പരിഹരിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതുപോലെയുള്ള പഴയ പ്ലഗുകളുടെ അകത്തെ കണക്ടറാണിത്. ഇതുപോലെയുള്ള കണക്ടറുകളിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്താൽ കണ്ടോ ഇതുപോലെ ടൈറ്റ് ആയിട്ട് ഇരിക്കും. ലൂസ് കോണ്ടാക്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതുപോലെയുള്ള പുതിയ മോഡല് പ്ലഗിന്റെ അകത്തുള്ള കണക്ടർ ഞാൻ കാണിച്ചു തരട്ടെ. നമ്മളെ ഈ പ്ലഗ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അകത്ത് ഈ ഒരു ഷട്ടർ കാണാൻ പറ്റും. ഇത് നമുക്കൊരു സ്ഥിരം തലവേദന ആയിരിക്കും. അപ്പൊ നമുക്കിത് സിമ്പിൾ ആയിട്ട് എടുത്തൊന്ന് മാറ്റാവുന്നതേ ഉള്ളൂ. ഇത് മാറ്റി കളഞ്ഞെന്ന് വെച്ച് ഒരു പ്രശ്നവും സംഭവിക്കാനില്ല. നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ ലോക്ക് തുറന്നെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോ ഇതേ ലോക്ക് തുറന്നിട്ടുണ്ട്. നിങ്ങളിപ്പോ ഈ കാണുന്നത് പോലെ ഈ രണ്ട് കമ്പികൾ ഇവിടെയാണ് ഇതിന്റെ കണക്ഷൻ വരുന്നത്. ഇത് അകന്നു പോകുമ്പോഴാണ് നമുക്ക് ലൂസ് കോണ്ടാക്ട് വരുന്നത്. ഇതിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചു തരാണ്. എന്റെ കയ്യിലിരിക്കുന്നത് ഒരു 3 പിൻ ടോപ്പിന്റെ പ്ലഗിന്റെ പിന്നാണ്. ഇത് ഞാൻ ഇതിലേക്ക് കൊടുക്കുമ്പോൾ ഈ രണ്ട് കമ്പികൾ അകന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിലേക്ക് കൊടുക്കുമ്പോൾ ഇത് വളരെ ലൂസ് ആവുകയാണ്. ഇങ്ങനെയാണ് നമുക്ക് ലൂസ് കോണ്ടാക്ട് വരുന്നതിന്റെ കാരണം. ഇത് ചെയ്യാനായിട്ട് നമ്മളിതാ ഈ നോസ് പ്ലെയർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് ഇത് കണ്ടോ ഇങ്ങനെ ഒന്ന് താഴേക്ക് താത്തി കൊടുക്കുകയും അതുപോലെ താഴെയുള്ളത് മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുകയും ചെയ്ത് മതി. കണ്ടോ ഇപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കേറ്റിതേ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ലൂസായി പോരുന്നില്ല. അപ്പോ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്ലഗിന്റെ പ്രോബ്ലംസ് മാറ്റാവുന്നതേ ഉള്ളൂ. ഇനി ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ പുതിയ പ്ലഗ് വാങ്ങിക്കാനായിട്ട് ഷോപ്പിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.